രാത്രി കുറച്ച് വൈകിയാണ് അവൻ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് എത്തിയത്. വേഗം ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഹാളിലേക്ക് നടന്നു. ജോലിക്കാരി തനിക്ക് എടുത്തു തന്ന ഭക്ഷണവും കുറച്ച് കഴിച്ച് അവൻ എഴുന്നേറ്റു. പ്ലേറ്റ് എടുക്കാൻ നേരം വന്ന ജോലിക്കാരിയോട് അവൻ ചോദിച്ചു, അച്ഛനും അമ്മയും എത്തിയോ? ഉറങ്ങിയോ? ഉറങ്ങി സാറേ എന്നവൾ മറുപടിയും പറഞ്ഞു. അവനോ? വിക്കി, അവൻ ഉറങ്ങിയോ? ഇല്ല സാറേ, കുഞ്ഞ് എത്തിയിട്ടില്ല. എവിടെയോ പുറത്തു പോവുകയാണെന്ന് അമ്മയോട് പറയുന്നത് കേട്ടു. അവൻ തിരിച്ച് തൻ്റെ റൂമിലേക്ക് നടന്നു. ലാപ്ടോപ്പ് എടുത്തു വെച്ച് കുറച്ചു നേരം തൻ്റെ ജോലി നോക്കിയ അവൻ പതിയെ ബെഡിലേക്ക് ചാഞ്ഞ് ലൈറ്റ് ഓഫായി. ആ റൂമിലെ ലൈറ്റുകൾ എല്ലാം ഓഫ് ആയതും ആ റൂമിൻ്റെ റൂഫിലായി ഒരു ചിത്രം തെളിഞ്ഞു. വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി. മാൻമിക കണ്ണുകൾ, വിടർന്ന ചെടികളും പുഞ്ചിരികളും കണ്ണുകളുമായി അവൾ തെളിഞ്ഞു നിൽക്കുന്നു. അവൻ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി. എവിടെയാണ് നീ പെണ്ണെ? നിന്നെ തിരയാൻ ഞാൻ ഇനി എവിടെ? നിന്നെ കാണാൻ സ്വപ്നത്തിൽ മാത്രമാണോ വിധി? എന്താണ് വിധിയെങ്കിൽ പോലും എനിക്കത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ. നീ എൻ്റേതു മാത്രമാണ്. വേറെ ആർക്കും വിട്ടുകൊടുക്കുവാൻ എനിക്ക് കഴിയില്ല. അത്രയും പെട്ടെന്ന് തന്നെ നിന്നെ ഞാൻ കണ്ടെത്തിയിരിക്കും, എൻ്റെ സ്വന്തമാക്കിയിരിക്കും. അതിനെന്ത് റിസ്ക് എടുത്താലും എന്ന് അവൻ മനസ്സിൽ വിചാരിച്ചു. അവളോട് അത്രയ്ക്കും പറഞ്ഞതിനു ശേഷം അവൻ കണ്ണുകളടച്ചു നിദ്രയെ പുൽകി. അന്നും പതിവ് പോലെ അവൾ അവൻ്റെ സ്വപ്നത്തിൽ വന്നിരുന്നു. അർദ്ധരാത്രിക്കായി ഒരുക്കിയിരുന്നു ആ റൂം. അവിടുത്തെ കട്ടിലിൽ ഒരുങ്ങിയിരുന്നു അവനും. വെള്ളമുണ്ടും ഷർട്ടുമാണ് അവൻ്റെ വേഷം. ആരെയോ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവൻ. വാതിൽക്കലേക്ക് തെരുതെരാ നോക്കുന്നുണ്ട്. കുറേ നേരമായിട്ടും ആളെ കാണാത്തതിൻ്റെ ആക്ഷേപം അവൻ്റെ കണ്ണുകളിൽ കാണാമായിരുന്നു. ചെറിയൊരു ദേഷ്യവും കൂടി ആ മുഖത്ത് തെളിയുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് വെള്ളിക്കൊലുസിട്ട ഒരു മനോഹരമായ കാൽ ആ റൂമിനകത്തേക്ക് പതിച്ചത്. പുറമെ അവൻ്റെ കണ്ണും അകത്തേക്ക് കയറി. അവൻ അവളെ അടിമുടി നോക്കി. നല്ലൊരു സെറ്റും മുണ്ടും ആണ് വേഷം. കഴുത്തിൽ താലി ചരടിനോടൊപ്പം 2 മാലയും ഇട്ടിട്ടുണ്ട്. കല്യാണവേളയിൽ താൻ തെളിവിച്ച സിന്ദൂരം നെറുകയിൽ ചുവന്നു കിടക്കുന്നു. മാൻമിക കണ്ണുകൾ മനോഹരങ്ങളായി കറുപ്പിച്ച് എഴുതിയിരിക്കുന്നു. ചുണ്ടുകൾ നേർത്ത രീതിയിൽ ലിപ്സ്റ്റിക്കും. കാതിൽ വലിയൊരു ജിമിക്കും. കയ്യിലിരുന്ന് വിറയ്ക്കുന്നൊരു പാൽ ഗ്ലാസും. അവൻ കട്ടിലിൽ നിന്നും പതിയെ എഴുന്നേറ്റ് അവൾക്ക് അടുത്തേക്ക് നടന്നു. അവളെ കടന്ന് മുന്നോട്ടു പോകാൻ ഡോർ അടച്ചു കുറ്റിയിട്ടു. വിറക്കുന്ന അവളുടെ കയ്യിൽ നിന്നും ആ പാൽ ഗ്ലാസ് വാങ്ങി പിടിച്ചവൻ അവളുമായി മുന്നോട്ട് നടന്നു. അവളെ കട്ടിലിൽ ഇരുത്തി അരികത്തിരിക്കുന്ന ടേബിളിലായി അവൻ ആ പാൽ ഗ്ലാസ് വെച്ചു. പേടിയാലും നാണമായാലും അവൾ തല കുനിച്ച് ഇരിക്കുകയായിരുന്നു. അവൻ പതിയെ അവളെ വിളിച്ചു, മോളെ. എന്തിനാ ഈ പേടി, ഈ നാണം? ഞാനല്ലേ മോളെ വിളിക്കുന്നത്? തൻ്റെ വിരൽ തുമ്പാൽ അവളുടെ താടിയിൽ പിടിച്ച് ഉയർത്തിയ അവൻ അവളുടെ കിടക്കുന്ന മെയ്കളിൽ നട്ടു. ആ മെയ്കളിൽ അവൻ ഒരു സാഗരം തന്നെ കണ്ടു. പ്രണയത്തിൻ്റെ സാഗരം. അവൻ ആ സാഗരത്തിൽ അലിഞ്ഞു പതിയെ അവൻ്റെ മുഖം അവളിലേക്കടുത്തു.